ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നരച്ച മുടിയും താടിയും മീശയും ഒക്കെ കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. അലർജിയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളിതിൽ അലർജി വരാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനെപ്പോഴും നെല്ലിക്കാപ്പൊടി വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നെല്ലിക്കാപ്പൊടി വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ നെല്ലിക്കപ്പൊടിയിൽ നിന്ന് ഒരു 2 സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ താടിയിൽ നര മാറ്റാനായിട്ടുള്ള ഡൈ ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമുക്ക് ഹെയറിലും അപ്ലൈ ചെയ്യാം. പക്ഷേ താടിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ആവശ്യമില്ല. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടിയിലത്തേക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര നരയുണ്ടെന്ന് നോക്കി അതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് നെല്ലിക്കാപ്പൊടി എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവിലാണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ആയി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്കാപ്പൊടിയും കോഫി പൗഡറൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി ഒരു ടിന്നിലാക്കി നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം അലോവേര ജെല്ലോ അല്ലെങ്കിൽ കുറച്ച് വാസ്ലിനോ അല്ലെങ്കിൽ നമ്മുടെ ജാസ്മിൻ്റെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂടുതൽ അളവിലൊന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേയില വെള്ളമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം. അത് ഞാനിവിടെ 1 ഗ്ലാസ് തേയില വെള്ളത്തിൽ 3 സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് ഒരു 1/2 ഗ്ലാസ് അളവിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. വേറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്കിനി തലയിലാണ് അപ്ലൈ ചെയ്യുന്നത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് തലനീരിറക്കം പോലുള്ള പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്തിട്ടൊക്കെ ഇതൊന്ന് തിളപ്പിച്ച് ഇതുപോലെ അരിച്ചെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഭൃംഗരാജിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ടും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 1 സ്പൂൺ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ കത്ത പൗഡറാണ് കേട്ടോ. മുടി നന്നായിട്ട് കറുപ്പാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കത്ത പൗഡർ. അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഇത് കട്ടയൊന്നുമില്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വരണം കേട്ടോ. നമ്മുടെ ആ ഡൈയുടെ ആ ഒരു പാകത്തിലായി വരണം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് എത്ര വലിയ നരയാണെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും.
നമുക്ക് താടിയിലും മീശയിലും നരച്ച മുടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഡൈ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതിവിടെ ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയിലൊട്ട് ഓയിലില്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ ഇത് ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടിന്നിലാക്കി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട്, ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം. അലർജിയുടെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന 4 ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പാവാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നമുക്ക് അങ്ങാടിക്കടയിലും ആയുർവേദ ഷോപ്പിലും ഓൺലൈനായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്